ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവോ ഒക്കെ ഒന്ന് ബാക്കി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതുപോലെ തന്നെ മാവ് കുറച്ച് പുളിച്ച മാവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പുളിയൊന്നും ഫീൽ ചെയ്യില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ദോശമാവിൽ ഉഴുന്നൊക്കെ അരച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉഴുന്നുവടയുടെ ഒരു ടേസ്റ്റും അതുപോലെ നമ്മൾ കുറച്ച് സവാള ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു ഉള്ളിവടയുടെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പുളിച്ചിട്ടുള്ളൊരു മാവായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. എങ്കിലും ഉണ്ടാക്കി വന്നപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. 2 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദോശമാവിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സവാള ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുഴിയപ്പച്ചട്ടിയിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതിലൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കഴിഞ്ഞപ്പോൾ ഒരു സ്പൂണിൽ ഇതേ രീതിയിൽ കോരി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കോരി ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു ബോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇത് വെന്ത് കിട്ടുന്ന ആ ഒരു ടൈമിന് വ്യത്യാസം വരും. അപ്പോൾ നമുക്കിതിനൊരു കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന ആ ഒരു സ്പൂണിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എത്രയാണോ കോരി ഒഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഒരു സൈഡ് നമുക്കൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചൂടോടുകൂടി കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാലും കുറേ നേരത്തേക്ക് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ചൂടാറിക്കഴിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റിന് ഒരു കുറവും വരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് സാധാരണ ചില സ്നാക്സൊക്കെ ചൂടോടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാലും അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് മാവ് കൊണ്ട് തന്നെ നമുക്ക് കുറേ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ 1 കപ്പ് മാവ് കൊണ്ട് ഇപ്പോൾ ഈ ഒരു ബൗൾ നിറയെ ഇതുണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറച്ച് മാവ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്